വീട്ടിൽ പോകും. അത് മാത്രം മതി. നിന്നെ ചിരിപ്പിക്കാവടാ. അടിപൊളി കിടിലൻ ട്രോൾ വീഡിയോ കണ്ടു ചിരിക്കുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എന്റെ തെളിവുകളില്ല. ഇന്നിപ്പോ എനിക്കത് കിട്ടി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നില്ല. അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം. ഞങ്ങൾ ഇവിടെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. இத்தனை நாள் எங்க போயிருந்தப்பா? இத்தனை நாள் உன் அம்மா கூட விளையாட்டுக்கு போயாச்சு. நல்ல விளையாடியாச்சா? എന്നെ അപായപ്പെടുത്താൻ വന്നതാണോ എന്നൊരു ഡൗട്ട്. ഒന്ന് സെർച്ച് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ്. ഞാൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം. നിയമം നടപ്പിലാക്കണം. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? എനിക്ക് 2 ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടറിയാ. നീ എന്നെ നന്നായിട്ടത് പരിചയപ്പെടുത്തി തരണം. മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. വീട്ടിൽ പോകും. അത് മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണയോടെ നടന്നൂടെ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പോലീസും ഫോർണ പീപ്പിൾസും കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കലയുമാണ്. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ്. ഈ പുഴയോരത്ത് കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള് ഒരുപാട്. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സ്വഭാവം പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുമോ? അതിനെല്ലാം കിട്ടി. ഏതാ ഈ സഹോദരൻ? കണ്ടില്ലേ, കുഷ്ഠരോഗം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. അതങ്ങനെ കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നുന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. അടിപൊളി കിടിലൻ ട്രോൾ വീഡിയോ കണ്ടു ചിരിക്കുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.